വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാൻ ഒരു തേക്കടിക്കാരി. സിംഗപ്പൂർ ട്രിപ്പിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോരുന്നതിന്റെ തലേ ദിവസം നൈറ്റ് സഫാരിക്ക് പോയി. പക്ഷെ അതൊരു നഷ്ടക്കച്ചവടമായി പോയിരുന്നു. കാരണം നൈറ്റ് സഫാരി പോകുമ്പോൾ വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ ആനിമൽ ഷോ ഉണ്ടെന്ന് പറഞ്ഞു, എന്നാൽ അതൊന്ന് കാണാന്ന് വിചാരിച്ച് ചെന്നപ്പോ ഇതുപോലെയാണ് വലിയൊരു സ്റ്റേജ്. അപ്പൊ അതിന്റെ താഴെയായിട്ട് ഒരു കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ആനിമൽസ് വന്നിട്ട് ഓരോ ഷോ കാണിച്ച് പോവുകയാണ്. ശരിക്കും നമ്മൾ നടീനടന്മാര് വന്നിട്ട് അഭിനയിച്ച് അങ്ങ് പോകുന്നില്ലേ, അതേപോലെ. A turkey vulture prowls the darkening sky, using its powerful sense of smell to search for the last meal of the day. നമ്മുടെ പറമ്പിൽ നിന്ന് ഓടിച്ചു വിടാൻ കഷ്ടപ്പെടുന്ന മുള്ളൻപന്നിയും പന്നിയൊക്കെയാണ് അവിടെ ലൈവ് ഷോ ആയിട്ട് കാണിച്ചത്. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. നമുക്ക് ഈ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് അതൊന്നും അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് തോന്നിയില്ല എനിക്ക് ആനിമൽ ഷോ. അതിനുശേഷം നൈറ്റ് സഫാരിക്ക് പോവുകയാണ്. ഇലക്ട്രോണിക് ട്രാമിലാണ് പോകുന്നത്, മഴക്കാടിനുള്ളിൽ കൂടി. ഈ മഴക്കാട് ഏകദേശം, ഈ ഫോറസ്റ്റ് ഏകദേശം 35 ഹെക്ടറിൽ കൂടുതലുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ ഭയങ്കര എന്താ പറയുക നല്ലതായിരുന്നു എന്ന് പറയുന്നു. പിന്നെ കൊറോണ എഫക്റ്റ് നന്നായി ബാധിച്ചു ഈ സൂവിനെ. കാരണം 2000-ലധികം വന്യജീവികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പൊ അത്രയൊന്നുമില്ല, നമുക്ക് വിരലിലെണ്ണാവുന്ന വന്യജീവികൾ മാത്രമേ അതിനുള്ളിലുള്ളൂ. അപ്പൊ അവരെല്ലാവരും പറയുന്നു കൊറോണയ്ക്ക് മുമ്പേ ഈ സൂ ഒരു സംഭവമായിരുന്നു എന്ന്. ഏതായാലും കൊറോണ കാരണം ഇങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ലോകത്തിന് സംഭവിച്ചല്ലോ, ഒരുപാട് കാഴ്ചകൾ ഇല്ലാതാക്കിയല്ലേ. അപ്പൊ അങ്ങനെ നൈറ്റ് സവാരി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. പിറ്റേന്ന് ഞങ്ങളിങ്ങനെ പോരുകയാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ പോരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ചാങ്ങി എയർപോർട്ട്, ആ എയർപോർട്ടിലേക്കാണ് യാത്ര. ഞങ്ങൾ ഇറങ്ങിയത് ടെർമിനൽ 3-യിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പോകുന്നത് ടെർമിനൽ 1-ലാണ്. അവിടെ നമ്മളെ കാത്ത് വലിയൊരു അത്ഭുതമുണ്ട്. അപ്പൊ അതൊന്ന് കാണാം അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്, ഏറ്റവും ക്ലീൻ ആയ എയർപോർട്ട്. പിന്നെ ഇതിലൊക്കെ ഉപരി എല്ലാവരും എയർപോർട്ടിൽ എത്തിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് പുറത്തിറങ്ങാനാണ് ശ്രമിക്കാറുള്ളത് അല്ലേ. പക്ഷെ ഇവിടെ ചാങ്ങി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. എന്താ പറയുക, ഒരു ലക്ഷറി സിറ്റി, ഒരു ലക്ഷറി ഷോപ്പിംഗ് മാളിന്റെ എല്ലാ ഫീലിങ്സും ഉണ്ട് അവിടെ. അങ്ങനെ ഒരു എയർപോർട്ടാണ് സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ട്. ഇപ്പൊ നമുക്ക് ജുവൽ കാണാം അല്ലേ. ജുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ വാട്ടർഫോൾ ആണ്. അതിന്റെ അധികം വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ആസ്വദിക്കുന്ന തിരക്കിലായി പോയി. ഇത് രണ്ടും കൂടി നടക്കുന്നില്ല ഇന്ന് എനിക്ക്. വീഡിയോ എടുക്കുകയും വേണം, അത് കാണുകയും വേണം, രണ്ടും കൂടെ പറ്റിയില്ല. എന്നാലും കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയാം കാണാൻ വേണ്ടി. പിന്നെ അതിന് ചുറ്റിനുമുള്ള പച്ചപ്പ്, മരങ്ങൾ, ചെടികൾ ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല. സിംഗപ്പൂർ ചെന്ന് നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നു ആ പച്ചപ്പൊന്നും ആർട്ടിഫിഷ്യൽ ഫ്ലവറോ ചെടികളോ പ്ലാന്റ്സോ ഒന്നുമല്ല, എല്ലാം നാച്ചുറലായിട്ട് നട്ടുപിടിപ്പിച്ച് തന്നെയാണ്. അപ്പൊ അതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങള് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് ജുവൽ കാണാം.
അങ്ങനെ ജൂവലെല്ലാം കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ടെർമിനൽ 3യിലേക്കാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പോകുന്ന വഴിക്ക് മുഴുവൻ കണ്ടോ ബൊഗെയിൻവില്ലയും നമ്മളുടെ ഇവിടുത്തെ ചെത്തിയില്ലേ അതുമാണ് അവിടെ റോഡ് സൈഡിൽ മുഴുവൻ പൂത്ത് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അവിടുന്ന് രാത്രി 8:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. ഇവിടുത്തെ ടൈമിൽ 10:30 ആയപ്പോൾ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി. യാത്രയൊക്കെ സുഖമായിരുന്നു. അവിടുത്തെ എയർ ഹോസ്റ്റസിന്റെ യൂണിഫോം എന്നെ വല്ലാതെ ആകർഷിച്ചു. നല്ല രസമല്ലേ, നമ്മളിവിടുത്തെ ഒരു ലുങ്കിയും ബ്ലൗസും പോലെ അല്ലേ. ഇതായിരുന്നു ഫുഡ്. ഞങ്ങൾ വെജ് ഫുഡാണ്, റൈസാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അവിയലൊക്കെയാണ്, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പപ്പടവും ചോറും അച്ചാറും ഒരു സാമ്പാർ പോലത്തെ ഒരു കറിയും ഒക്കെ ഉണ്ടായിരുന്നു. മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെന്തോ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു, മറന്നുപോയി. ഇത് നല്ല സ്വീറ്റ് ആയിരുന്നു. ഇത് കേക്ക്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു തടസ്സവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ കൊച്ചിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ ഞങ്ങളെ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ സിംഗപ്പൂർ വീഡിയോസ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും കയറി ഒന്ന് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.